റിലാക്സ് ഫോഴ്സിന്റെ ഏറ്റവും വലിയ ആയുധം വേറൊന്നുമല്ല ഈ ഒരു കണ്ണ്. ഈ ഒരു കണ്ണും ഈ ഒരു നാവുമാണ് എന്റെ എല്ലാവിധ അസറ്റ് എന്ന് പറയാം. അല്ലാതെ എനിക്ക് വേറെ അസറ്റും കാര്യമൊന്നും ഇല്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇല്ല, ഭാവിയിലൊക്കെ സമസ്ത കാര്യങ്ങളും എന്റെ കയ്യിൽ തന്നെ വരുമെങ്കിലും എന്റെ ഏറ്റവും വലിയ അസറ്റ് എന്റെ ഈ പറയുന്ന കണ്ണും എന്റെ ഒരു നാവും തന്നെയാണ്. അപ്പൊ ഇന്ന് എറണാകുളത്ത് ചെന്നപ്പോ ഒരു ബോർഡ്, അതായത് നിങ്ങൾ EMI പണം തന്നാൽ മതി. ഓക്കെ, മൊബൈൽ ഫോണൊന്നും അല്ല, അതൊക്കെ അല്ല, ബ്യൂട്ടി കെയർ. അതായത് നമ്മുടെ പല്ല് ശരിയാക്കുന്നു, കണ്ണ് ശരിയാക്കുന്നു, മുടി ശരിയാക്കുന്നു, സ്കിന്ന് ശരിയാക്കുന്നു, അങ്ങനത്തെ ബ്യൂട്ടി സെന്റേഴ്സിനുള്ള ഒരു ഓപ്ഷൻ. അതായത് അവിടെ ഓപ്പറേഷൻ കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ EMI തന്നാൽ മതി, നിങ്ങൾ ട്രീറ്റ്മെന്റ് ചേർത്തിട്ട് പോകും. അതായത് കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ളത് വളരെ മനോഹരമായ സുന്ദരികളും സുന്ദരന്മാരുള്ള സ്ഥലമാണ്. ഈ സായിപ്പന്മാർക്കെല്ലാമാണ് ഈ പറയുന്ന ലിപ്സ്റ്റിക്കും പുട്ടിയെല്ലാം വേണ്ടത്. നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും നല്ല ഭംഗിയുള്ളവർ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ഫോളോ ചെയ്തുകൊണ്ട് തന്നെ, കോമാളിത്തരം ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ആ രീതിയിലായി കഴിഞ്ഞു. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റൽ സിസ്റ്റം എന്നുള്ളത് എസെൻഷ്യൽ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അലോപ്പതി എസെൻഷ്യലായി മാറി. എന്നിട്ട് ഈ പറയുന്ന മുംബൈയിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലും എല്ലാം ഇതുപോലത്തെ വ്യാജമായ മരുന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ആശുപത്രി വഴിയാണെങ്കിലും ഈ പറയുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും എല്ലാം. ഓക്കെ, അപ്പോ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവർക്കെല്ലാം പറയാൻ ഒരു ഭയമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു സൊല്യൂഷനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് സമസ്ത പ്രപഞ്ചത്തിനെ പട്ടിണി അസുഖം മാറ്റാനുള്ള സൊല്യൂഷനും ഉണ്ട്. ലോകം മുഴുവൻ ശുദ്ധമായ പ്രാണവായു, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വെള്ളം, അതോടൊപ്പം തന്നെ എല്ലാവർക്കും സന്തോഷം, സമാധാനം, ആരോഗ്യം നൽകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഓക്കെ, അതിന്റെ കർമ്മമാണ്, എന്റെ കർത്തവ്യമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിത് പറയാം, ആരോട് വേണമെങ്കിലും പറയാം. കാരണം ഈ വിഡ്ഢികളായ ഗവൺമെന്റും ഈ പറയുന്ന ജുഡീഷ്യൽ സിസ്റ്റവും ഈ പറയുന്ന സിസ്റ്റം എല്ലാം ഉള്ളത് അവരുടെ ഒരു അടിമയായിട്ടാണ്. ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽസിന്റെ ആണ്. അതെല്ലാം ആ ഒരു ഫാർമ എന്നുള്ള മൂവിയിലെല്ലാം പെർഫെക്റ്റ്ലി കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കർണാടകയിൽ ഒരു വിഡ്ഢി, നമ്മളെ ഭരിക്കുന്ന വിഡ്ഢികളാണല്ലോ, അപ്പൊ തന്നെ പറയണേ, ഇങ്ങനെ റേപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾ എൻജോയ് ചെയ്യുന്നത്. അതായത് നമ്മുടെ അപ്പൂമാരെന്ന് പറയുന്നത് തന്നെ വെറും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അതായത് അവർ ആ ഒരു പണത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ ഇതെല്ലാം അവർക്കൊരു എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒരു എന്റർടൈൻമെന്റ് അല്ല. ഓക്കെ, അതായത് ഭാവി തലമുറയുടെ പോക്ക് 2025 കഴിഞ്ഞു. ഇപ്പൊ 30-നുള്ളിൽ തന്നെ അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. വരും, ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം വരും. അപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു വലിയൊരു ബോംബാണ് എന്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അതായത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ എല്ലാവരും മരണപ്പെടും അവസ്ഥ. മരണമെന്നല്ല, അതിനെക്കാട്ടിയും താഴെയുള്ള ഒരു അവസ്ഥ. അപ്പൊ ഇതെല്ലാം ഇല്ലാതാക്കണമെങ്കിൽ ഈ പറയുന്ന അപ്പുമാർക്കെതിരെയും ഈ പറയുന്ന കോടതിക്കെതിരെയും ഈ പറയുന്ന ഗവൺമെന്റിനെതിരെ എല്ലാം സംസാരിക്കണം. ഇന്ത്യ എന്നുള്ള മഹാരാഷ്ട്രത്തിൽ 140 കോടി ജനങ്ങൾക്കും അറിയാം ഇവിടുത്തെ സിസ്റ്റം ഫെയിലാണ്. അല്ലെ, ഇവിടുത്തെ സിസ്റ്റം ഫെയിലാണ്, ഡെമോക്രസി ഫെയിലാണ്, നമ്മുടെ ഭരിക്കുന്ന ആൾക്കാർ ഫെയിലാണ്, നമുക്ക് യാതൊരു സന്തോഷമില്ല, സമാധാനമില്ല, യങ്സ്റ്റേഴ്സ് ഒന്നും ജോലിയില്ല, ബാങ്ക് വഴി എല്ലാം നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ കയറിട്ട് കുരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും മിണ്ടാതിരിക്കുന്ന ആ ഒരു വിഡ്ഢികൾ, ഡോളർ മാത്രം വായി തിരികെ കൊടുത്താൽ മതി. ഈ പറയുന്ന ജുഡീഷ്യറിയുടെ ആണെങ്കിലും ഈ പറയുന്ന പൊളിറ്റീഷ്യൻസിന്റെ ആണെങ്കിലും. അപ്പോൾ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ട സമയത്ത് സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ പല സമയത്തും സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ പല സമയത്തും സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഈ കാണുന്ന ഒരു സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നു. ഓക്കെ, നമ്മുടെ കാർന്നോന്മാര്, അല്ലെ മഹാത്മാഗാന്ധി ആണെങ്കിലും ശ്രീനാരായണ ഗുരു ആണെങ്കിലും അങ്ങനെ ഒരുപാട് വർഷം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഉണ്ട്. ഓക്കെ, എന്നെ സംബന്ധിച്ച് ഞാൻ ഒറ്റക്ക് മതി. ആ ഒരു 5% ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വരും. ഞാനും അപ്പൊ ഈ പ്രശ്നമെല്ലാം ഇവിടെ സോൾവ് ചെയ്യാം. 100 വർഷം കഴിയുമ്പോൾ പറയും ഇങ്ങനത്തെ ഒരു വിഡ്ഢി സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി, ഇപ്പൊ സന്തോഷം കിട്ടി, സമാധാനം കിട്ടിയെന്ന്. ഓക്കെ, അപ്പൊ അതെന്റെ കർമ്മമാണ്.